റബ്ബർ മരങ്ങൾ ഇത് കിടിലം മരങ്ങൾ കേട്ടോ. നമുക്ക് കണ്ടമാനം ചങ്കൾ കർണാടകയ്ക്ക് മഹാരാഷ്ട്രക്കൊക്കെ റബ്ബർ തോട്ടങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ചറ പറ പറഞ്ഞ് വണ്ടി കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടൊന്നും പോകേണ്ട ചങ്കളെ നമ്മളെ നാട്ടിൽ തന്നെ കിട്ടും ജായി മരങ്ങൾ കണ്ടില്ല. നിങ്ങൾ 105 ഇനത്തിൽപ്പെട്ട കിടിക്കാച്ചി മരങ്ങളാണ്. മൊത്തം 3 ഏക്കർ 24 സെന്റ് സ്ഥലമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഇതാക്കണം ഇതേപോലത്തെ റബ്ബർ മരങ്ങൾ 105 ഇനത്തിൽപ്പെട്ട 400ഓളം നല്ല കിടിക്കാച്ചി റബ്ബർ മരങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ഇതേപോലത്തെ റബ്ബർ മരങ്ങൾ കർണാടകത്തിലും മഹാരാഷ്ട്രയിലും പോയി കഴിഞ്ഞാൽ അതും ടാറിങ് റോഡിനോട് ചാരിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. ഏത് വാഹനം വേണമെങ്കിലും വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ നമുക്ക് റോഡ് നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ചുറ്റുപാടുതാണ് ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ഒരു 30 കിലോമീറ്റർ മാത്രം മാറിയിട്ട് മാലക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. മാലക്കല്ല് ടൗണിൽ നിന്ന് വെറും 700 മീറ്റർ മാത്രം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് എത്താം കേട്ടോ. പാർട്ടീന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 20,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലായ സ്വർഗ്ഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഓണറുടെ നമ്പറൊക്കെ വീഡിയോക്കകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പ്ലോട്ടിലാകുന്ന ഒരു മിഷൻ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കർണാടകയിലൊക്കെ പോയി സ്ഥലങ്ങളൊക്കെ എടുക്കണം നിങ്ങളെ ചങ്കൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിൽ അതേപോലെ വിൽക്കാനുണ്ടെങ്കിൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിക്കാച്ചി പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.